ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ തനിമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റാണ് കേട്ടോ. തനിമോൾ വീട്ടിൽ ഫുഡ് കഴിക്കാൻ മടി കാണിക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അതാണ് തക്കാളി ചോറ്. നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. റൈസ് നന്നായിട്ട് കഴുകുക. അതിന് ശേഷം നമുക്ക് ഒന്നിലച്ച് നെയ്യിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ ആണ് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ച സവോള നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ പട്ട ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല റെഡ് കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നമ്മൾ 3 തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അരച്ചെടുത്തത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അതായത് വെന്ത് വരണം. അതായത് ഈ തക്കാളി പച്ചമണം പോണ വരെ നന്നായി വെന്ത് വരണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നല്ലോണം അതിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മസാലയും ഈ തക്കാളിയും അതിൻ്റെ ഗ്രേവി നന്നായിട്ട് മൂത്ത് നല്ല വെന്ത് വരണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല വെന്ത സമയത്ത് കണ്ടോ ഇങ്ങനെ ഇതേ പരിവായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ല വെന്ത ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയിലെ ആ അരി അതിലേക്ക് ഇടണം കേട്ടോ. ഇട്ടിട്ട് ഈ മസാലയും ആ അരിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ഇളക്കണം കണ്ടോ. നന്നായി ഇളക്കി ആ മസാല അതിൽ പിടിച്ച ശേഷം നമ്മൾ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തിരിക്കുകയാണെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം എടുക്കണം. എന്നിട്ട് നല്ല തിളപ്പിച്ചിട്ട് നല്ല ചൂടാക്കിയ ശേഷം ആ വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. കണ്ടോ ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കുക്കർ മൂടി വയ്ക്കുക. നമുക്ക് വിസിൽ വരേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് നോക്കി വെച്ചാൽ മതി. 10 മിനിറ്റ് വെന്താൽ മതി. വിസിൽ വന്നു കഴിഞ്ഞാൽ വേവ് കൂടുതലാവും കേട്ടോ. എന്താ കണ്ടോ വെന്ത് വന്ന് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം കേട്ടോ. നല്ല റെഡ് കളറാണ് വരെ നമുക്ക് അതിനെ മൂപ്പിച്ചെടുക്കാം. കാരണം ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് അതൊക്കെ കിടക്കണം കാണുമ്പോൾ കഴിക്കാൻ വലിയ ഇഷ്ടമാവുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി റൈറ്റാണ് കേട്ടോ. അവർക്ക് ഫുഡ് കഴിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചോളും. ചോറിനേക്കാളും അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയ ഒരു കിടിലൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതാ കണ്ടോ അതിലേക്ക് ആഡ് ചെയ്ത ശേഷം അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സലാഡും ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. ബൈ.